ഇന്നുണ്ടല്ലോ എൻ്റെ ഐറൂസ് എന്നെ വിളിച്ചുണർത്തിയപ്പോഴാണ് ഞാൻ എണീറ്റത് കേട്ടോ. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ നമ്മുടെ പലച്ചോറും കാര്യങ്ങളൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നതാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിന്നെ എൻ്റെ ഐറൂസ് വന്ന് മിഞ്ഞിയെന്ന് വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റതാ. എൻ്റെ ഐറൂസിന് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഉച്ചക്ക് ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കിച്ചൻ്റെ ഏകദേശം അവസ്ഥ ഇതാണ് കേട്ടോ. കാരണം ഞാൻ പരിച്ചക്ക് നല്ല ടയേർഡായിട്ടുള്ളതുകൊണ്ട് പാത്രം ഒന്നും കഴുകിയിട്ടുണ്ടാകുന്നില്ല. നമ്മളെ അങ്ങനത്തെ പരിച്ചക്ക് എണീറ്റിട്ടുള്ള പണികളുണ്ട്, അതൊന്നും തീർത്തിട്ടില്ല. പിന്നെ ഇതാ അലക്കാനുള്ളതുണ്ട്. ഇനിയൊക്കെ ഒന്നേമെന്ന് തുടങ്ങണം. ഇന്നലെ അറിയാലോ മോളുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പ്രതീക്ഷിക്കാതെ ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവിടെ വന്നതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ രാത്രി 12 മണിക്കാണ് ഒരു സൈലബന്ന് ഒരു മധുരമൊക്കെ വാങ്ങി കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളും ഐറൂസിനെ കൊണ്ട് കിടക്കാൻ പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാലും, കാരണം മധുരമൊക്കെ അല്ലേ കഴിച്ചത്, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പ്ലേറ്റിൽ എന്തൊക്കെയോ നിലത്തൊക്കെ ഇട്ട് ആകെ മധുരമായാൽ പിന്നെയുള്ള അവസ്ഥ അറിയാലോ, ഉറുമ്പൊക്കെ ഇങ്ങനെ വരും. ഒരു കിടക്കാനൊരു സമാധാനം ഇല്ലാത്തത്. ഞാൻ പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നത് കേട്ടോ. കാരണം നമ്മളിനി പരിച്ചൊക്കെ എണീക്കുമ്പോൾ അതൊക്കെ കണ്ടാൽ അധികം ഭ്രാന്ത് കാരണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഐറൂസിനെ റൂമിലാക്കിയതിന് ശേഷം മോളൂന് ഐറൂസിനെ ഉറങ്ങാൻ പറഞ്ഞയച്ചു. അതിന് ശേഷം ഞാൻ ഒക്കെ ക്ലീനാക്കി സെറ്റാക്കി. ഇതുമ്മൂനാണെങ്കിൽ പിന്നെ 12 മണിയൊക്കെ ആയപ്പോൾ നോക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. മോള് പോയി കിടന്നപ്പോൾ ഓളും ഒരു സൈഡിൽ വീണ് ഓളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഈ പൊറുക്കിയിടാനും ഓരോ കളിപ്പാട്ട് എടുത്തിടാനും കാര്യങ്ങൾക്കൊക്കെ ഇതുമ്മോ മതി. പക്ഷെ ഓള് ഉറങ്ങിയതുകൊണ്ട് അതുമില്ല. ഓക്കെ, എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് എല്ലാം അങ്ങോട്ട് ചെയ്ത് അടിച്ചു വാരി തുടച്ച് മേലൊക്കെ കഴുകി കിടന്നപ്പോൾ 1 മണി 1:30 ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ കിടക്കാൻ പറ്റുമോ? നമുക്ക് നാളെ ഇടാനുള്ള വീഡിയോ, ആ വീഡിയോ സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് ഉറങ്ങിയത്. ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 മണിക്ക് അലാറം അടിച്ചുമ്പോൾ പോയി. അത് പിന്നെ പ്രത്യേക ഒരു ഉണരലാണ്, ഒറ്റ ഉണരലാണ് കേട്ടോ. എനിക്ക് പേടിയാണ്. പിന്നെ ഞാൻ ഓഫാക്കി ഒന്ന് ജസ്റ്റ് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണരൽ ബാങ്ക് കൊടുക്കുമ്പോഴേ കയറാം. അപ്പോൾ എനിക്ക് പേടിച്ചിട്ട് എനിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടില്ലേ കുഴപ്പമില്ല, എനിക്ക് പരിച്ചൊക്കെ അങ്ങനെ കഴിച്ച ശീലമല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് മൂപ്പർക്ക് കൊടുക്കാൻ പിന്നെ നമുക്കൊരു നമ്മളെ നോമ്പും കൂടി ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഒറ്റയടിക്ക് അലാറം അടിച്ചാൽ പിന്നെ കിടക്കൂല കേട്ടോ. ഒറ്റയടിക്ക് എണീറ്റ് പാഞ്ഞ് പിന്നെ വേഗം ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് വേഗം കിട്ടി കിടന്നുറങ്ങിയതാണ്. പിന്നെ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് നമ്മൾ വേഗം ക്ലീനിങ് പരിപാടിക്കൊക്കെ നിന്നു കേട്ടോ. മൊത്തം അത് കഴുകി വെച്ചാൽ തന്നെ കിച്ചൺ നമുക്ക് പിന്നെ വേറെയുള്ള പണികളൊക്കെ എടുക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഐറു ഇറങ്ങി ഒരു 1-2 മണിക്കൂർ ഉറങ്ങും. ആ ഗ്യാപ്പ് മതി നമുക്ക് നമ്മുടെ ഫുഡ് ഉണ്ടാക്കലും പരിപാടികളൊക്കെ തീരാൻ. അപ്പോൾ ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കുന്ന സമയം ഒരു 3-3:30 ആയിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയപ്പോക്കിന് അത് കട്ടൊക്കെ പോയി. ഞാൻ കഴുകി ഊറ്റി വെച്ചു. വേഗം ചിക്കൻ കറി അവിടെ സെറ്റാക്കി കേട്ടോ. വേഗം ഉള്ളിയും തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് കുറച്ച് നീറ്റിയാണ് വെച്ചത്. എന്തിനാ വെച്ചാലും ഇന്ന് പുട്ടാണ്. ഇപ്പം ഇന്ന് രാവിലെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡ് അതൊന്ന് പുട്ടുണ്ടാക്കി കളാന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ നെട്ടിപ്പോയിട്ടോ. കാരണം നോമ്പിന് നമ്മളങ്ങനെ പുട്ടുണ്ടാക്കാറില്ല. മൂപ്പർക്ക് നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുട്ടുണ്ടാക്കാൻ ഞാൻ വിചാരിക്കാറേ ഇല്ല. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു നല്ല സുഖമാണല്ലോ നമുക്ക് പുട്ടാകുമ്പം. എന്താ പണി പെട്ടെന്ന് തീരുമല്ലോ. പിന്നെ കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഈ കുറച്ച് മടിച്ചായിട്ട് പിന്നെ അവിടെ തന്നെ കിടന്ന് ഇങ്ങനെ നിന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചിക്കൻ കറി കുറച്ച് നീട്ടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഇറക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് പതിവ് പോലെ തന്നെ. അപ്പോൾ അതവിടെ ആയി. ഇനി വേഗം പുട്ട് മൺപിടിച്ചാണ് കേട്ടോ. വേഗത നല്ല ഇളം ചൂടുവെള്ളം കൊണ്ടാണ് ഞാൻ മൺപിടിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ടുള്ള പുട്ടിനെ കിട്ടിക്കൊട്ടെന്ന് കരുതിയിരുന്നത് നല്ല ഇളം ചൂടുവെള്ളം ചൂടാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കിയത്. കാരണം പഴച്ചക്കൂടിയുള്ള ഫുഡായതുകൊണ്ട് ഇനി കേടണ്ടാന്ന് കരുതിയിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ 2 എന്താ പറയുക എൻ്റെ പേര് മുസമ്പി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് മൂപ്പർക്ക് ജ്യൂസ് അടിക്കാനായിട്ട്. അങ്ങനെ പുട്ട് മൺപിടിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ പിന്നെ തേങ്ങ പൊട്ടിച്ചു, ചിരണ്ടാനൊക്കെ ഉണ്ട്. അപ്പം ഈ ഐറൂസിനെ ഉറക്കിയിട്ട് മോളൊന്ന് പുറത്തേക്ക് വന്ന് കുളിക്കാനും ഇതിനൊക്കെ ഉള്ള ഒരുക്കാണ്. ഇന്ന് മിക്കവാറും മോളൂൻ്റെ ഹസ്ബൻഡോളെ കൊണ്ടുപോകും. അപ്പം ഒന്ന് കുളിച്ച് സെറ്റ് ആകട്ടെ. അപ്പോൾ ഇന്നലെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഓളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വരാൻ മതി. അപ്പോഴേക്കും ഞാനൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് കുളിയും എണ്ണ തേക്കലും കാപ്പിപ്പിടി തേക്കലും അങ്ങനെ ഓള കലാപരിപാടികളായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പരിപാടികളൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചു. പിന്നെ ഞാനുണ്ടല്ലോ പുട്ട് ചൂടാനുള്ള വെള്ളം കരണ്ടടുപ്പ് മതി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൂക്കം അടുപ്പത്ത് വെച്ചിട്ട്
അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു. പിന്നെ അധികം അത് തിളക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതാ പുട്ടൊക്കെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയത്ത് തന്നെ ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോൾ എൻ്റെ നല്ല ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടില്ല. കാരണം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല അവിടെയൊക്കെ കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് നേരം തുത്തൂനായിട്ട് വീഡിയോ കോൾ ചെയ്തു. കാരണം ഇന്നലെ ഉള്ളു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അണീൻ്റെ മോളൂൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ഓളോട് സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കുറ്റി പൊട്ടിച്ചിട്ടു, രണ്ടാമത്തെ കുറ്റി നിറക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും ഐറൂസ് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പിന്നെ ഐറൂന് ഉറങ്ങി എണീറ്റ് വരുമ്പോൾ പഴം വാട്ടി കൊടുക്കാമെന്ന് ചെയ്ത് പഴവും അതൊക്കെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുട്ടുചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കാനും. പിന്നെ കുറച്ച് ബീഫ് ഉണ്ട്. അപ്പോൾ ഞാനത് വിചാരിച്ചു ഇന്നലത്തെ ബീഫ് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഹസ്ബൻഡിന് പരിച്ചക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എടുക്കണ്ടല്ലോ, ഇപ്പോൾ എടുത്താൽ ആർക്കും തികയില്ല, മോളൂനും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ പലിച്ചക്ക് എണീക്കുമ്പോൾ മൂപ്പർക്ക് മാത്രം ഇങ്ങോട്ട് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മുടെ ഇപ്പോൾ ചിക്കൻ കറി റെഡിയായി മാറ്റി വെച്ചു. ആ അടുപ്പത്തേക്ക് ഞാൻ പഴം വാട്ടാൻ വേണ്ടി വെച്ചതാട്ടോ. കാരണം എന്താ വെച്ചാൽ ഐറൂസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് വന്ന് ഒന്നിങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ പൊക്കിന് ഞാൻ പഴം വാട്ടി വെച്ചാലും കഴിച്ചോളും. അവന് അത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഓനെ ഒറ്റയ്ക്ക് കഴിക്കും. പഴം വാട്ടിയാലും ഓൻ ഒറ്റയ്ക്ക് കഴിക്കും. ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്താലും ഓൻ ഇടയ്ക്ക് വന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ കഴിച്ച് തീർത്തോളും. അപ്പോൾ ഓനുള്ളതാണ് ഇപ്പോൾ ഞാൻ ആദ്യം വാട്ടുന്നത്. പിന്നെ കുറച്ച് പാലൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് സാബുനരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 പഴം വാട്ടണം. അപ്പോൾ ആദ്യം ഐറൂസിനുള്ള പഴം ചെറുതാക്കി ഇങ്ങനെ നോക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പാലക്കൊക്കെയുള്ള സംഭവം വാട്ടിയെടുക്കാമെന്ന് കരുതി ഞാൻ. പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് എനിക്കറിയില്ല. സാബുനരി പാലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പഴം വാട്ടിയിട്ടാണ് ഇടാറുള്ളത്. ഇവിടെ എന്താ വെച്ചാൽ പിന്നെ തൂമിക്കണത് ആർക്കും ഇഷ്ടമല്ല. പാലക്കൊക്കെ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടാൻ ഈ പഴം വാട്ടിയ ടേസ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഒരു നെയ്യിട്ട് തൂമിക്കുക സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പൊക്കെ നോമ്പറക്കാൻ വന്നില്ലേ, അപ്പോൾ ഇനി ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ കുറച്ച് നെയ്യിട്ട് തൂമിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവർക്ക് ആർക്കും ഇഷ്ടമായില്ല കേട്ടോ. മക്കൾ പറഞ്ഞു ഇതൊന്നും ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇല്ലല്ലോ മെച്ചി സാധാരണ പാലൊക്കെ ഉണ്ടാക്കുന്ന ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി ഞാൻ ആ തൂമിക്കട പരിപാടി അങ്ങോട്ട് നിർത്തി. ഈ പഴം വാട്ടിയിട്ട് ആ വാട്ടുന്ന ഒരു നെയ്യിൽ വാട്ടുമ്പോഴാണ് നെയ്യുണ്ടല്ലോ അത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഐറൂസിന് പഴം അങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുമ്പോഴൊന്നെ ഞാൻ നമുക്ക് പാലക്കേക്കുള്ള പഴം ഞാൻ ചെറിയ കഷ്ണമാക്കി ഇടുന്നുണ്ട്. അതാണ് കഴിഞ്ഞ് മാറ്റിയിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് ചെറിയ കഷ്ണങ്ങളാക്കി എറിഞ്ഞെടുക്കുകയാണ്. അപ്പോഴേക്കും ഇത് അവിടെ അങ്ങനെ അതും വേവുന്നുണ്ട്, ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോഴാണ് ഐറൂസ് ഇങ്ങനെ ഒരു മിഞ്ഞിയെന്ന് വിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓനെ എടുക്കാൻ വേണ്ടി കൈ ഇട്ടതാണ് ഓടി വന്നിൻ്റെ ഒക്കത്ത് കയറി കേട്ടോ. അപ്പോൾ ഓൻ എന്താ വെച്ചല്ലേ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഇഷ്ടമാണ് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതും എടുത്തതാ ഞാൻ മുറിച്ച് വെച്ച വേണ്ടല്ലോ, പാലാക്കേക്ക് മുറിച്ച് വെച്ച പഴം എടുത്തിട്ട് ഐറൂസിന് കൊടുത്തിട്ട് ഓൻ കഴിക്കണില്ല കേട്ടോ. ഓന് അത് ഇഷ്ടമല്ല, പച്ച കഴിക്കണ ഇഷ്ടമല്ല, ഓന് വാട്ടിയത് വേണം. അപ്പോൾ ഞാൻ ഐറൂനാണല്ലോ വാട്ടുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അയക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചൂടാറാനൊന്നും ഒരു സമയമല്ല, കൊണ്ടാന്ന് പറഞ്ഞ് നിൽക്കണുണ്ട്. നല്ലോണം വിശക്കണുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഉപ്പുമാവ് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ അതിൽ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയാണ് പോയി കിടന്നിറങ്ങിയതായിരുന്നു. അതുകൊണ്ടായിരിക്കും നല്ല വിശപ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഫുഡ് കുറവാട്ടോ. എനിക്ക് തോന്നി ചൂടായതുകൊണ്ടൊക്കെ. കാരണം വെള്ളം കൂടി മാത്രമേ കാര്യമായിട്ട് നടക്കുന്നുള്ളൂ. വെള്ളം എന്നും പറഞ്ഞിട്ട് ഇടയ്ക്ക് ചുടുവെള്ളം കുടിക്കും, പച്ചവെള്ളം കുടിക്കും, അങ്ങനെ വെള്ളം മാത്രം കുടിക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ പാലുണ്ടാക്കി കൊടുക്കും. ഇതാണ് ഇപ്പോൾ കാര്യമായിട്ട് ഫുഡ് ഉള്ളത്. അപ്പം പിന്നെ ഇടയ്ക്ക് ഓന് ഇഷ്ടപ്പെടണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഇഷ്ടപ്പെടാം. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിച്ചു കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ ഓൻ കുറച്ച് കഴിച്ചു. പിന്നെ അപ്പോൾ ഇത് വാട്ടി കൊടുത്തത് ഓനോട് മോള് കൊടുക്കുന്നുണ്ട്. മോള് കൊടുക്കുന്ന ടൈമോട് നമ്മൾ പാലക്കേക്കുള്ള പഴമാണ് ഈ വാട്ടിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് വാടിയതിന് ശേഷം അത് ആ അടുപ്പത്തേക്ക് നമ്മളെ സാബുനരി ഉണ്ടല്ലോ, സാബുനരി വെള്ളത്തിലിട്ടത് ആ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. അധികം കുറച്ച് ഒത്തിരി ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു, ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ മോള് ചോദിക്കുന്നുണ്ട് തൈക്ക് ഉപ്പ് ഇടണം വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പഞ്ചസാര ഒരു കറക്റ്റായി കിട്ടണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം, അതേപോലെ ഉപ്പ് കറക്റ്റ് ആവാൻ പഞ്ചസാരയും കുറച്ചിട്ട് കൊടുക്കണമൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളാകെ മധുരം ഉണ്ടാക്കുന്ന സംഭവത്തേക്ക് ഉപ്പിടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലേക്ക് ലേശം ഉപ്പിടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഏട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം നോക്കി പിടി കിട്ടിയിട്ടില്ല. ഏതായാലും നമ്മൾ പാലാക്കി തിളച്ചു.
അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പഴം ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയാക്കിയിട്ട് രണ്ടും കൂടി നന്നായിട്ട് അങ്ങോട്ട് വേവട്ടെ എന്ന് കരുതി വെച്ച ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനുള്ള ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. മൂപ്പർക്ക് മാത്രമാണ്. കാരണം ഇതുമ്മൂന് ഞാൻ പറഞ്ഞു എനിക്ക് ജ്യൂസ് അടിക്കണമെന്ന് ഇതുമ്മൂനോട് ചോദിച്ചപ്പോൾ ഉള്ളൊരു വേണമെങ്കിൽ ലൈം ജ്യൂസ് മതി. നോക്കുക നല്ല തണുത്ത ലൈം അതാണ് കേട്ടോ ഓക്ക് ഇഷ്ടം. എന്താ അറിയില്ല, ഓക്ക് ഇപ്പോൾ അതിനോടാണ് കമ്പം. പിന്നെ ഞാൻ അടിച്ചില്ല, മൂപ്പർക്ക് മാത്രമാണ് ജ്യൂസ് അടിക്കുന്നത്. 2 മുസമ്പ് എടുത്തിട്ട് അത്യാവശ്യം നീട്ടിയാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്തിനാണ് അങ്ങനെയൊക്കെയാണ്. സത്യം പറയാം, എൻ്റെ കെട്ടിയവന് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. മൂപ്പർക്ക് ഒരു ക്ലാസ്സിൻ്റെ അപ്പുറത്ത് കൂടെ നോക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ഉള്ള ഭാഗങ്ങളൊക്കെ കാണാൻ ആ ഒരു രീതിയിൽ വേണം വെള്ളം ജ്യൂസ് അടിക്കാൻ. ഒരു ലൈം ജ്യൂസാണ് മൂപ്പർക്ക് ഇഷ്ടം. കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല നാരങ്ങ വെള്ളം അങ്ങോട്ട് ഒരു ജഗ്ഗ് കലക്കി വെക്കലാണ്. ഇപ്രാവശ്യം നാരങ്ങ വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. നാരങ്ങ വെള്ളം കുടിച്ചിട്ടോ എന്താ അറിയില്ല, ഒരു ഗ്യാസ് കൂടുതലും ഇതിനനുസരിച്ചിട്ടുള്ളവർക്ക് നാരങ്ങൻ്റെ ഇത് പറ്റൂല തോന്നുന്നു അല്ലേ. കറിയില്ല, എന്തായാലും അത് കുടിക്കാൻ കഴിയണില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ നമ്മളെ പത്തക്ക ജ്യൂസും ഇന്നലെ റോബസ്റ്റ പഴം നീട്ടി ജ്യൂസ് അടിച്ചു അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചു എന്താ ജ്യൂസ് അടിക്കാൻ, ഇപ്പോൾ മുസമ്പി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു മധുരം അധികം ഇടണ്ട, പിന്നെ വെള്ളം നല്ലോണം നീട്ടണം കേട്ടോ. അങ്ങനെ ആ ജ്യൂസ് സത്യം പറഞ്ഞാൽ എനിക്ക് കുടിക്കാനേ കഴിയില്ല കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. മുസമ്പിൻ്റെ ഒരു ചോയ പോലും അതിൻ്റെ അടുത്ത് കൂടെ പോകില്ല. അതുകൊണ്ട് ഞാൻ അതിന് കുടിക്കാറൊന്നുമില്ല. മൂപ്പർക്കുള്ളത് ഒരു കോപ്പയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഇതാകണ്ടോ ലൈമൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ രണ്ടാളും വേഗം പോയി കഴിക്കാണ് കേട്ടോ. ഐറൂസ് ഞങ്ങൾ കഴിക്കുമ്പോൾ പിത്തനാക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് മോളും ഓളെ ഫുഡ് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഹാളിൽ പോയി സോഫയിൽ ഇരുന്നാണ് കഴിക്കുന്നത്. ഐറൂസും പിന്നെ അവിടെ പോയി ഇരുന്നോളുമല്ലോ, പിന്നെ ഞങ്ങൾ പിത്തനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഐറൂസ് ഇതാ ഞങ്ങളടുത്ത് എത്തിയിട്ടുണ്ട്. കസാലയൊക്കെ നീക്കി ഓൻ്റെ പ്ലേറ്റൊക്കെ ഏറ്റവും കയറി ഇരിപ്പുണ്ട് കേട്ടോ. മോള് അവിടെ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഐറൂസ് പിത്തനാക്കാനുള്ളതുകൊണ്ട് എനിക്ക് അധികം ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ടേബിളിൽ കയറുക, കസാലമ്മ കയറുക ഇറങ്ങുക, പിന്നെ പുട്ടെടുത്തിട്ട് എറിയുക, അതിക്ക് വെള്ളം പാരുക, അങ്ങനെയൊക്കെയുള്ള ഓരോ കലാപരിപാടികളായതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ ഓഫാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങളെ കയ്പ്പൊക്കെ കഴിഞ്ഞ് മോള് ഇങ്ങോട്ട് വന്നപ്പോൾ മേശ കണ്ടിട്ട് ഓള് കണ്ടം വിട്ട് കുന്തം പോലെ നിൽക്കണം. ആകെ ഇക്കോലാക്കിയത് ഓളപ്പളാട്ടാണ് കണ്ടത്. പിന്നെ ഞാൻ മൂപ്പർക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ടേബിളൊക്കെ ഒന്ന് നന്നാക്കണത്. എന്തായാലും അതൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഐറൂസ് അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തകൃതിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല അലമ്പാക്കി വെച്ചിട്ടുണ്ട്. ഓന് ഈ വെള്ളത്തിൽ കളിക്കാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ പുട്ട് വെള്ളത്തിലിട്ട് അങ്ങോട്ടിടുക, പിന്നെ അവിടുന്ന് പിന്നെ പ്ലേറ്റിക്ക് വെള്ളം പാരുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു വിക്രസാണ് ഇപ്പോൾ. കാരണം ഒന്നാമത് ഓള് അവിടുന്ന് ഇതിനൊന്നും സമ്മതിക്കൂല കേട്ടോ. ഓള് നല്ല ചീത്ത അറിയും, വെള്ളത്തിൽ കളിക്കണ്ട അത് ഇത് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഓൻ്റെ എല്ലാ കുരുത്തക്കേടും നടക്കുന്നത്. അപ്പോൾ ഓൻ്റെ വലിയമ്മയും വലിയപ്പയും ആകുമ്പോൾ നമ്മൾ എല്ലാത്തിനും കൊഞ്ചി കൊടുക്കും എന്നുള്ളത് ഓനെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓന് ഈ കാട്ടി കൂട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പണി കൂടും. എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് എനിക്ക് പണിയെടുത്ത് മതിയാണില്ല, ഈ എന്തിനാണ് ഓനെ അതിനൊക്കെ സമ്മതിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയാൽ എനിക്ക് ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് പോകാമെന്നറിയില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇടങ്ങേറ് ചീത്ത പറയേണ്ടിയില്ലേ ഇനി, ഓൻ്റെ ചെയ്തോട്ടെ, എനിക്ക് നന്നാക്കിയാൽ മതി ഇനി എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും ചീത്ത പറയാത്തത്. അതാ നമ്മളൊരു 10 മിനിറ്റ് മെനക്കെട്ട ആ ടേബിൾ അങ്ങോട്ട് നന്നാവും ചെയ്യും. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ നമ്മൾ പാത്രം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുവിൻ്റെ ഹസ്ബൻഡ് ഇതാ അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓന് ഫുഡൊക്കെ കൊടുത്തു, ഓനത് കഴിച്ച് നേരെ മോൾ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഓള് പിന്നെ ഇനി ചിലപ്പോൾ ഓളെ ഹസ്ബൻഡിൻ്റെ വകയായിട്ടുള്ള കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനാണ് ഈ പോണത്. ഒരുങ്ങി സുന്ദരിയായി പോകുന്നുണ്ട് കേട്ടോ. ഐറൂസ് ആണെങ്കിൽ മാറ്റാനൊന്നും വരുന്നില്ല, വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ കുറേ നേരെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നത് ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അവനിടാനുള്ള ഡ്രസ്സാണ്, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഒരു വിധം പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. ഭയങ്കര അടിയാണ്, യുദ്ധമാണ് ഇവിടെ, യുദ്ധം. അവനെ പിന്നെ മേലെ എഴുകാൻ വേണ്ടിയിട്ട് ബാത്റൂം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ പിന്നെ ഒരു വെള്ളത്തിൽ കളിക്കണം. എന്തായാലും പിടിച്ചത് ആ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ അതിലേറെ മണ്ണിൽ കളിക്കുക, പിന്നെ പോവാൻ കൂട്ടൊക്കണില്ല കേട്ടോ. ഇവിടെ കണ്ടെന്ന് ഇങ്ങനെ കണ്ടോ ആ ഒരു പിരാന്ത് കണ്ടിട്ടോ. ഒന്ന് പിന്നെ അവിടെ മുറ്റത്തുള്ള മണ്ണിൽ കളിക്കണം. പിന്നെ പിടിച്ച് വലിച്ച് ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടുപോയി ഒരുവിധം കാറിൽ ഇട്ട് കൊടുത്ത് പറഞ്ഞ് കഴിച്ച് മടങ്ങി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട്. കാരണം ആകെ അലമ്പായി കിടക്കുകയാണ്. എപ്പോഴും ഇതൊക്കെ തന്നെ പരിപാടിയില്ലേ. അപ്പോൾ ഞാൻ അതാ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ട്. ഇതിങ്ങനെ പാത്രം അധികം കഴുകാനൊന്നുമില്ല കേട്ടോ, ഒന്ന് ഒതുക്കി വെക്കാനുള്ളൂ. അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇവിടേക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി എന്ത് സുഖം അറിയോ.
കുളിച്ചിട്ട് അങ്ങോട്ട് നല്ല ഫാനും ഇട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ്. അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് സെറ്റായിട്ടുണ്ട്. സമയം ഞാൻ കാണിച്ചു തരാം. 12 മണിക്ക് 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അതവിടെ 12 മണിക്ക് 5 മിനിറ്റ് ഉള്ളൂ. അപ്പം ഇനി ഞാൻ കിടക്കട്ടെ. പലിച്ചക്ക് 4 മണിക്ക് നമുക്ക് എണീക്കണ്ടേ. അപ്പം ഒരു ക്ഷീണമൊന്നുമില്ല, കാരണം ഇന്ന് 11 മണി വരെ രാവിലെ ഉറങ്ങിയതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല. അപ്പോൾ എന്നെ ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ കാണാം. ബൈ ബൈ.